അപ്പം ആ സുജിത് ദാസ് ഇപ്പം ADGP ആയിട്ടുള്ള വിജയൻ ഈ കള്ളക്കടത്തുകാർക്കുമായി ബന്ധമുണ്ടെന്ന് ആരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്? ഈ ADGP ആയിട്ട് പോകുന്നത് ഇപ്പൊ കേസിലേക്ക് പോവാ. അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ ഞാൻ ആവർത്തിച്ച് പറയാം, ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ആ നൊട്ടോറിയസ് ക്രിമിനലിന് ഒരു കുഴപ്പമില്ല. എന്റെ കുട്ടി പരിശുദ്ധനായ കുട്ടിയാണെന്ന് ആരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്താ ഈ ജനം മനസ്സിലാക്കുന്നത്? സഖാക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണല്ലോ. അപ്പം സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി എന്തായാലും ഉണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരിനെ സഹായിച്ച് സർക്കാരിനോട് ഒപ്പം നിന്ന പൊതുസമൂഹത്തെ കൂടി ഒന്നുകൂടി പരിപൂർണമായി എതിർപ്പിലേക്ക് എത്തിക്കുന്ന നിലപാട് ആ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാനുള്ള തീരുമാനങ്ങൾ അടിക്കടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇപ്പൊ എന്താ ഈ ഫോറസ്റ്റ് മന്ത്രിയെ മാറ്റാൻ എത്ര വലിയ പ്രയാസം? ഫോറസ്റ്റ് മന്ത്രിയെ മാറ്റാൻ എന്തുകൊണ്ടാണ് പിണറായി മടിക്കുന്നത്? ഇപ്പം ഇരിക്കുന്ന ഫോറസ്റ്റ് മന്ത്രി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മിനിസ്റ്റർ, എവരിബഡി നോസ്. ഞാൻ പറയേണ്ട കാര്യമില്ല. ആ പൊസിഷനിലേക്ക് വരുന്ന ആരാണ്? തോമസ് കെ തോമസ് ആണ്. തോമസ് കെ തോമസിന് അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഫോറസ്റ്റ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. നമുക്കറിയാം, ഈ മലയോര മേഖലയിലെ ഈ 1,30,00,000 ജനങ്ങളിലെ ഒരു 10-70% എന്ന് പറയുന്നത് എന്താ പറയാ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. 60% എന്തായാലും ഉണ്ട്. അവരുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടും ആനിമൽ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. അവരെ ഒന്നുകൂടി കുരിശിൽ തറക്കാനുള്ള ബില്ലാണ് ഈ വരുന്നത്. തോമസ് കെ തോമസ് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ഈ അമെന്റ്മെന്റ് പാസ്സാക്കാൻ അയാൾ ഒപ്പിടൂ? ഒരിക്കലും ഇടില്ല. അതവർ കൃത്യമാക്കി കഴിഞ്ഞതാണ്, പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഡെമ്മി ആയിട്ടുള്ള AKSനെ മന്ത്രിയാക്കി ഇരുത്തുന്നതിന്റെ മറ്റൊരു കാരണം ഇതാണ്. മറ്റു ബന്ധുത്വം കുടുംബമൊക്കെ വേറുണ്ട്, അത് പോട്ടെ, അത് അവർ തമ്മിലാവട്ടെ. ഞാനതിന്റെ രാഷ്ട്രീയമാനമാണ് പറയുന്നത്. അപ്പൊ ഫോറസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രതിസന്ധിക്ക് ഇന്നിപ്പോ ഗവൺമെന്റ് എടുക്കുന്ന കടലാസുകളിൽ ഒപ്പ് ഇദ്ദേഹം നിലവിലെ മന്ത്രി ഇട്ട് കൊടുക്കുന്നത് പോലെ തോമസ് കെ തോമസിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല, ചെയ്യാൻ കഴിയില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. ഒരു ഘടകകക്ഷിയുടെ നാഷണൽ പ്രസിഡന്റ് അടക്കം പറഞ്ഞാൽ മന്ത്രിയെ മാറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി എന്ത് സഹിച്ചാണ് അവിടെ കഥയിൽ നിൽക്കുന്നത്. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ ഇതൊരു മൊത്തം, ഞാൻ ഈ പറയുന്നത് മൊത്തം കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്, കഴിഞ്ഞ 6 മാസത്തെ സംഭവ വികാസങ്ങൾ. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇന്നലെ നിലമ്പൂരിലെ എടക്കര ഏരിയ സമ്മേളനത്തില് പാർട്ടിയുടെ ലീഡർ സ്വരാജിന്റെ പ്രസ്താവന ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറുമ്പോൾ താഴത്തെ മാധ്യമത്തിന്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ കണ്ടു. എന്താണ് സ്വരാജ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? പാണക്കാട് തങ്ങൻ തനി വർഗീയവാദിയാണ്. ഇന്നലത്തെ പൊതുയോഗത്തിൽ നിലമ്പൂരിലെ എടക്കര ഏരിയ സമ്മേളനത്തിൽ അപ്പൊ CPM-ന്റെ നിലപാടെന്താ? എവിടെ എത്തി? മതന്യൂനപക്ഷങ്ങളിൽ ഇവിടുത്തെ RSS-ഉം BJP-യും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പാണക്കാട് തങ്ങന്മാര് ഈ പറയുന്ന വർഗീയവാദികളാണ്. രാഷ്ട്രീയമായുള്ള അഭിപ്രായ വ്യത്യാസം അത് മുഖ്യമന്ത്രി തുടക്കമിട്ടു. അത് കഴിഞ്ഞിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞു ഈ മലപ്പുറത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, അവരാണ് UDF-ന് വോട്ട് ചെയ്ത് പ്രിയങ്കയുടെ വോട്ട് വർദ്ധിപ്പിച്ചതെന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ ഇന്നിപ്പോ വി അബ്ദുറഹ്മാന്റെ പ്രസ്താവന, ആ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് അബ്ദുറഹ്മാന്റെ പ്രസ്താവന എന്ന പത്രത്തിലുണ്ട്, പാണക്കാട് തങ്ങന്മാരാണ് ഇവിടെ ഏറ്റവും വലിയ വർഗീയവാദം കളിക്കുന്നത്. ഇവിടെ വർഗീയത പറയുന്നത് ഇപ്പൊ ആരാ? ഇവിടെ വർഗീയത പറയുന്നത് CPM ആണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ആവർത്തിച്ച് ന്യൂനപക്ഷം വർഗീയവാദികളാണ് എന്ന് പറയുകയും അത് വിവരിക്കുകയും അതിന് പല എന്താ പറയാ അത് ബോധ്യപ്പെടുത്താൻ, സമൂഹത്തിന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഹിന്ദു വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ
ഹിന്ദു വർഗീയവാദവുമായി നടക്കുന്നവർക്ക് സന്തോഷം നൽകാൻ CPM-ൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട വോട്ട് ചോർച്ചയുടെ കാരണം മുസ്ലിങ്ങളോട് പ്രീണനം നടത്തിയതാണ് എന്ന് അവർ കണക്കുകൂട്ടുകയാണ്. ഇവിടെ ഹൈന്ദവ വിഭാഗമല്ല വിട്ടുപോയത്, കേരളത്തിലെ പൊതുസമൂഹമാണ്, ഇതിൽ സമ്മിശ്രമാണ്. മുഖ്യമന്ത്രിയുടെ ഈ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.